കായംകുളം കട്ടച്ചിറ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ദൈവമാതാവിന്റെ ചിത്രത്തിൽ നിന്ന് സുഗന്ധതൈലം ഒഴുകുവാൻ തുടങ്ങിയിട്ട് ഇന്ന് 4 വർഷം പൂർത്തിയാകുന്നു. സുറിയാനി സഭയുടെ ഭാരതത്തിലെ ഒരു ദേവാലയത്തിലും ഇത്രകാലം നീണ്ടു നിൽക്കുന്ന അത്ഭുതം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണെന്ന് വിശ്വാസികൾ പറയുന്നു. കായംകുളത്തിന് 6 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കട്ടച്ചിറയിലെ യാക്കോബായ സുറിയാനി സഭയുടെ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ദൈവമാതാവിന്റെ ചിത്രത്തിൽ നിന്നാണ് സുഗന്ധതൈലം ഒഴുകുന്നത്. ദൈവമാതാവ് ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തിരിക്കുന്നതായി ആലേഖനം ചെയ്ത ഫ്ലെക്സ് ചിത്രമാണിത്. സുറിയാനി സഭയുടെ കീഴിലുള്ള ഭാരതത്തിലെ ഒരു ദേവാലയത്തിൽ നിന്നും മുമ്പൊന്നും സംഭവിക്കാത്ത വിധം ആദ്യമായാണ് ഇത്രകാലം നീണ്ടു നിൽക്കുന്ന നിലയിൽ മാതാവിന്റെ ചിത്രത്തിൽ നിന്ന് സുഗന്ധതൈലം ഒഴുകുന്നത്. സ്ഫടിക സമാനമായതും സുഗന്ധം പരത്തുന്നതുമായ തൈലമാണ് ദൈവമാതാവിന്റെ ചിത്രത്തിലെ കണ്ണുകളിൽ നിന്ന് കഴിഞ്ഞ 4 വർഷമായി ധാരധാരയായി ഒഴുകുന്നതെന്ന് ഇടവക വികാരി ഫാദർ റോയ് ജോർജ് പറഞ്ഞു. 2009 ഒക്ടോബർ മാസം 21 തീയതി മുതൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ ചിത്രത്തിൽ നിന്ന് സുഗന്ധതൈലം ഒഴുകി. അതിനെ തുടർന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയ ചിത്രങ്ങളിൽ നിന്ന് വിശുദ്ധ തൈലം ഒഴുകുന്നു. വിശുദ്ധ കുർബാന തക്സായിൽ നിന്ന്, വിശുദ്ധ സ്ലീബായിൽ നിന്ന് ഈ തൈലം ഒഴുകുന്നു. 80ാമത്തെ ദിവസം ഈ മഹാത്ഭുതം പ്രാർത്ഥനാപൂർവ്വം ദർശിച്ച പരിശുദ്ധ പാത്രിർക്കീസ് ബാവ ഈ ചാപ്പലിനെ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് ഇവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയ ചിത്രങ്ങൾ തൈലം ഒഴുകിയതോടുകൂടെ ഈ ദൈവത്തിൻ്റെ പദ്ധതി ലോകമെമ്പാടും വ്യാപിച്ചു. അന്നു മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നടത്തി നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാ ദിവസത്തെയും ആരാധനകളിൽ സംബന്ധിച്ചു വരികയാണ്. കേവലം 5 തടിക്കഷ്ണങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ഫ്രെയിം ചെയ്തിട്ടില്ലാത്ത ദൈവമാതാവിന്റെ ഈ ചിത്രം ചില്ലു ഗ്ലാസുകൾ വശങ്ങളിൽ പാകിയ തടിയിൽ തീർത്ത കബറിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവമാതാവിന്റെ ഈ ചിത്രം ഫ്രെയിം ചെയ്തതോ രൂപത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചതോ അല്ല. ഇവിടെ നിലനിന്നിരുന്ന പഴയ ചാപ്പലിന്റെ മധ്യഭാഗത്ത് സ്റ്റീൽ അഴികൾ കൊണ്ട് ചുറ്റുവേലികൾ നിർമ്മിച്ച് എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധമായിരുന്നു ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ ദൈവമാതാവിന്റെ ഫ്ലെക്സിൽ ആലേഖനം ചെയ്ത ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. 2012 ഒക്ടോബർ മാസം 20-ന് ഇവിടെ നിലനിന്നിരുന്ന പഴയ ചാപ്പൽ പൊളിച്ചുമാറ്റി തൽസ്ഥാനത്ത് പുതിയ ദേവാലയം നിർമ്മിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ നിലയിലുള്ള ചില്ലു ഗ്ലാസുകൾ വശങ്ങളിൽ പാകിയ തടിയിൽ തീർത്ത ഖബറിലേക്ക് ഈ ചിത്രങ്ങൾ മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ ദൈവമാതാവിന്റെ ഫ്ലെക്സ് ചിത്രത്തിന് ആദ്യത്തേതിൽ നിന്ന് ഇപ്പോഴും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഖബറിന്റെ ഏത് ഭാഗത്തു നിന്ന് നിരീക്ഷിച്ചാലും ദൈവമാതാവിന്റെ ചിത്രം രൂപഭേദങ്ങളൊന്നും സംഭവിക്കാതെ പഴയ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വ്യക്തമാകും. കൂടാതെ ചിത്രത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും കാണുവാനും കഴിയും. ഇതിനാൽ തന്നെ മാതാവിന്റെ ചിത്രത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യത്തിന്റെ ഉറവയെ സംശയിക്കേണ്ടതില്ല എന്ന് വിശ്വാസികൾ പറയുന്നു. അമ്മയുടെ മാറിൽ സുരക്ഷിതനായി ഉറങ്ങുന്ന ഉണ്ണിയേശുവിന്റെ കൈത്തണ്ടിൽ നിന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് രക്തം ഒഴുകിയിരുന്നു. മാതാവിന്റെ ചിത്രത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യത്തിന്റെ ഒഴുക്ക് ഭക്തജനങ്ങൾക്ക് എന്നും ഒരു വിശ്വാസ വിസ്മയ രഹസ്യമായിരുന്നുവെന്ന് ഇടവക വികാരി ഫാദർ റോയ് ജോർജ് പറയുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 4 വർഷമായി 25 ലക്ഷം രൂപയിലധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ്. 5 അപ്പവും 2 മീനും എന്ന പേരിൽ ഒരു സാമൂഹിക ക്ഷേമ പദ്ധതി, സൗജന്യ മരിയൻ ആംബുലൻസ് പദ്ധതി തുടങ്ങി പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾക്കുള്ള ഒരുപാട് സഹായ പദ്ധതികൾക്ക് രൂപം കൊടുത്തുവരികയാണ്. കൂടാതെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ഒരു സെൻറ്റർ, ഒരു ധ്യാനമന്ദിരം ആവശ്യമെന്നറിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം ആ വിഷയത്തിനായിട്ട് സമർപ്പിച്ച് കാത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2010 നവംബർ മാസം 10-ാം തീയതി ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ സക്കായവാസ് പ്രഥമൻ ബാവ ഈ ദേവാലയത്തെ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് കൽപ്പന പുറപ്പെടുവിച്ചു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പന ബ്രാസ് പ്ലേറ്റിൽ ആലേഖനം ചെയ്ത ദൈവമാതാവിന്റെ കബറിന്റെ ഒരു വശത്ത് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൽപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മദ്ബാഹിൽ സൂക്ഷിച്ചിരുന്ന മാതാവിന്റെ നിരവധി ചിത്രങ്ങളിൽ നിന്നും കുർബാന ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള തക്സായിൽ നിന്നുമൊക്കെ സുഗന്ധദ്രവ്യം ധാരധാരയായി ഒഴുകുന്നതായി ഇടവക വികാരി ഫാദർ റോയ് ജോർജ് പറഞ്ഞു. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഗണ്യമായ ഭാഗം അശരണർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 25 ലക്ഷം രൂപയാണ് ചാരിറ്റബിൾ പ്രവർത്തനത്തിനായി നീക്കിവെച്ചതെന്ന് ഫാദർ റോയ് ജോർജ് പറഞ്ഞു. യാക്കോബായ സുറിയാനി സഭയുടെ ഭാരതത്തിലെ ലൂർദായി ഈ ദേവാലയം മാറുമെന്ന് സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലിത്ത പ്രഖ്യാപിച്ചു. ഇത്രയും നീണ്ട നാളുകൾ ഒരു അത്ഭുത പ്രവാഹം നീണ്ടു നിൽക്കുന്നത് കട്ടച്ചിറ പള്ളിയിൽ മാത്രമാണ്. മറ്റു പലയിടത്തും നടന്ന സംഭവങ്ങൾ ചില നാളുകൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷമൊക്കെ അത് നിന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 4 വർഷം കഴിയുമ്പോഴും അത് അനസ്യൂതം ആ സുഗന്ധതൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ആ ദിവ്യാത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കട്ടച്ചിറ പള്ളിയിലെ ദിവ്യാത്ഭുതത്തെ വേറിട്ട് നിർത്തുന്ന ഒരു സംഗതിയാണ്. ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിദാനമായിട്ട് ഈ ദിവ്യാത്ഭുതം ഈ ഇടവകയ്ക്ക് മാത്രമല്ല ഈ ദേശത്തിനും മാറിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ
ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പരിമളമാണ് എല്ലാ വിശ്വാസികളും. ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്നുള്ള ദൈവവചനമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്. മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും മറ്റ് ദേവാലയത്തിലെ പുസ്തകങ്ങളിൽ നിന്നും കുരിശിൽ നിന്നും ഒക്കെ ഒഴുകുന്ന ഈ സുഗന്ധതൈലം അമ്മ വഴി കർത്താവിൻ്റെ പരിമളമായിട്ട് ഈ സമൂഹത്തിന്, ഈ വിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. ആ പരിമളം സമൂഹത്തിന് പരത്തുവാനായിട്ട് ഈ ദിവ്യാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനുഗ്രഹീതരാകുന്ന എല്ലാവർക്കും കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.